ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണ് ക്രെഡിറ്റ് ലൈൻ ഓൺ UPI എന്നതിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് ലൈൻ എങ്ങനെ എടുക്കാം, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഇത് എങ്ങനെ എടുക്കാം, എങ്ങനെ തിരിച്ചടയ്ക്കാം, ഇതിന്റെ മറ്റുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ. സോ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം. ആദ്യം നിങ്ങൾ ക്രെഡിറ്റ് ലൈൻ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന UPI ആപ്സ് ഉണ്ടല്ലോ, ഈ ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ ബിം, നേവി. ഈ നേവി ആപ്പാണ് ഞാനിപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് ലൈൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ മറ്റുള്ള ബാങ്കുകൾ നമുക്ക് കടം തരും. അതിന് ആ ബാങ്കിൽ അക്കൗണ്ട് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. എനിക്ക് കിട്ടിയിരിക്കുന്നത് കർണാടക ബാങ്കാണ്. ആ ഒരു ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് പോലും ഇല്ല. ഇങ്ങനെ കടം തരുന്ന ക്യാഷ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെർച്ചന്റ് പേയ്മെന്റ്സിന് മാത്രമേ പറ്റുള്ളൂ. അതായത് നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യുമല്ലോ, ആ ഒരു സംഭവങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ഈ ഒരു ക്രെഡിറ്റ് ലൈൻ എടുക്കാനായി ഞാൻ യൂസ് ചെയ്തത് നാവി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ്. NPCIയുടെ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഈ ആപ്പ് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ക്രെഡിറ്റ് ലൈൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. അതിലേക്ക് ഞാൻ എൻറോൾ ചെയ്തപ്പോൾ നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം വെച്ചാൽ മതി. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ ഒരു പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ലിമിറ്റ് ഉണ്ടെന്ന് ഇവിടെ കാണിക്കും. ടോട്ടലി എനിക്ക് 14,000 രൂപയാണ് ഇവിടെ ലിമിറ്റ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിപ്പോൾ കടയിൽ ചെന്നിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പിൽ ഞാൻ ലിങ്ക് ചെയ്തിരിക്കുന്ന എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇവിടെ വരും. ആ ഒരു കൂട്ടത്തിൽ എനിക്ക് ക്രെഡിറ്റ് ലൈൻ തന്നിരിക്കുന്ന കർണാടക ബാങ്ക് ഇവിടെ വരും. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തു, നമ്മുടെ ആ ഒരു UPI പിന്ന് കൊടുത്തു, പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ നോക്കി കണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആരും ഇത് ക്രെഡിറ്റ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യരുത്. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഫിസിക്കൽ കാർഡ് കിട്ടും. ഇത് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ പേയ്മെന്റുകളും വേണമെങ്കിൽ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. പക്ഷെ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് ലൈനിൽ EMI എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. നിങ്ങൾ എത്ര രൂപ യൂസ് ചെയ്തോ ആ ഒരു എമൗണ്ട് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പേ തിരിച്ചടയ്ക്കണം. അതായത് 1-ാം തീയതിയാണ് ഇതിന്റെ ബില്ല് ജനറേറ്റ് ആവുന്നത്. 5-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. 5-ാം തീയതിക്ക് മുമ്പേ നിങ്ങൾ ഇത് തിരിച്ചടയ്ക്കുക. അതിന് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ചാർജുകളോ ഒന്നുമില്ല. നിങ്ങൾ എത്ര രൂപ യൂസ് ചെയ്തോ അത് മാത്രം അടച്ചാൽ മതി. 500 രൂപ യൂസ് ചെയ്തെങ്കിൽ 500 രൂപ മാത്രം അടച്ചാൽ മതി. ഇനി ഇത് തിരിച്ചടയ്ക്കാനും എളുപ്പമാണ്. നിങ്ങളിപ്പോൾ നാവിയിലാണ് ഈ ഒരു ക്രെഡിറ്റ് ലൈൻ അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രെഡിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഫോൺ പേയോ ഗൂഗിൾ പേയോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ക്രെഡിറ്റ് ലൈനോട് UPI എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് ബാങ്ക് വഴിയാണോ കിട്ടിയത് ആ ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാങ്ക് ആ ആപ്ലിക്കേഷനിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അടയ്ക്കാനുള്ള എമൗണ്ട് കാണിക്കും. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അടയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് ലൈൻ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കർണാടക ബാങ്ക് ഇപ്പോൾ ആ ഒരു ക്രെഡിറ്റ് ലൈനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ഒരു നാവി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് അവർ ക്രെഡിറ്റ് ലൈൻ കാണിക്കുകയും ചെയ്യും. സോ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് എപ്പോഴും കുറച്ച് ക്യാഷ് കടന്നു തരാമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ക്രെഡിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മാത്രം മതി. കറക്റ്റ് ആയിട്ട് തിരിച്ചടയ്ക്കണമെന്ന് മാത്രം. എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരാം.